ഇന്ത്യയുടെ വേറൊരു സൗഹൃദ രാജ്യത്തിലൂടെ ഇപ്പോൾ കലാപം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ്. ഇത് ന്യൂസ് ഇന്ത്യ മലയാളം നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. അതായത് ഫിലിപ്പീൻസ് എന്ന് പറയുന്ന രാജ്യം, ആ രാജ്യത്തെ രാഷ്ട്രപതി 21-ാം തീയതി, അതായത് ഈ മാസം 21-ാം തീയതി അവിടെ ഒരു പ്രതിഷേധം നടക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇത് കലാപത്തിലേക്ക് പോകരുത്, സൈന്യം ഇത് നിയന്ത്രിക്കണം എന്നുള്ള ശക്തമായിട്ടുള്ള താക്കീത് കൊടുത്തതാണ്. പക്ഷേ സകലതും ഇപ്പോൾ കൈവിട്ടു പോയിരിക്കുന്നു. ഫിലിപ്പൈൻസിൽ അക്രമാസക്തമായിട്ടുള്ള സംഘർഷങ്ങൾ ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അടുത്തിടെ നേപ്പാളിലെ അഴിമതിക്കും സോഷ്യൽ മീഡിയ നിരോധനത്തിനുമെതിരെ അക്രമാസക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ നടന്നു. അതിനുശേഷം പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള മുഴുവൻ സർക്കാരിനെയും അവിടെ മാറ്റിയിരുന്നു. പിന്നീട് ഇന്തോനേഷ്യയിലും സർക്കാരിനെതിരെ അക്രമാസക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായി. ഇപ്പോൾ ഫിലിപ്പീൻസിലും സമാനമായിട്ടുള്ളൊരു പ്രതിഷേധം ആരംഭിച്ചിട്ടുണ്ട്. ആയിരക്കണക്കിന് യുവാക്കളാണ് തെരുവിലിറങ്ങിയത്. മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം സർക്കാരിലെ അഴിമതിക്കെതിരെയാണ് ഈ കുട്ടികൾ രോഷം പ്രകടിപ്പിക്കുന്നത് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. തെരുവുകളിൽ വലിയൊരു വിഭാഗവും യുവാക്കളാണ് എന്നുള്ളതാണ് വേറൊരു കാര്യം. ഫിലിപ്പീൻസ് ഗവൺമെൻറ് ഒരു വെള്ളപ്പൊക്ക നിയന്ത്രണ പദ്ധതിയിൽ വ്യാപകമായ അഴിമതി നടത്തിയതായി ആരോപിക്കപ്പെടുന്നു. ഫിലിപ്പീൻസിൻ്റെ തലസ്ഥാനമായിട്ടുള്ള മനിലയിൽ ആയിരക്കണക്കിന് പ്രതിഷേധവുമായി തെരുവിലിറങ്ങുകയായിരുന്നു. സമാധാനപരമായിട്ടുള്ള പ്രതിഷേധം പെട്ടെന്നാണ് അക്രമാസക്തമായി മാറിയത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എല്ലായിടത്തും ഇപ്പോൾ അക്രമവും തീവയ്പ്പുമാണ് അവിടെ നടക്കുന്നത്. മനിലയിൽ യുവാക്കൾ പോലീസിന് നേരെ കല്ലുകളും കുപ്പികളും എറിഞ്ഞു. രാഷ്ട്രപതി ഭവനിലേക്ക് ജനക്കൂട്ടം നീങ്ങുന്നത് തടയാൻ പോലീസ് റോഡിൽ ട്രക്കുകൾ പാർക്ക് ചെയ്തു. യുവാക്കൾ അവയ്ക്ക് തീയിട്ടു. AFP വാർത്താ ഏജൻസിയുടെ റിപ്പോർട്ട് അനുസരിച്ച് പോലീസുകാർ കല്ലുകളെടുത്ത് യുവാക്കൾക്ക് നേരെ തിരിച്ചെറിയുന്നതും കാണാൻ സാധിക്കുന്നു. അക്രമാസക്തമായിട്ടുള്ള പ്രതിഷേധങ്ങളെ തുടർന്ന് ഞായറാഴ്ച വൈകുന്നേരം വരെ 17 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇനിയും പ്രതിഷേധം അക്രമാസക്തമായി പോയി കഴിഞ്ഞാൽ നേപ്പാൾ പോലെയോ ബംഗ്ലാദേശ് പോലെയോ അല്ലെങ്കിൽ ശ്രീലങ്ക പോലെയോ ഫിലിപ്പീൻസും മാറിയേക്കാം എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അതാണ് ഇപ്പോൾ അവിടുത്തെ രാഷ്ട്രപതി അടക്കം ഭയപ്പെടുന്നത്. പോരാത്തതിന് ഇന്ത്യയുമായി അത്യധികം സൗഹൃദം പുലർത്തുന്ന ഒരു രാജ്യമാണ് ഫിലിപ്പീൻസ് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ നിന്ന് വളരെയധികം ആയുധങ്ങൾ ഫിലിപ്പീൻസ് വാങ്ങുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ദക്ഷിണ ചൈന കടലിൽ ചൈനയെ പല്ലും നഖവും ഉപയോഗിച്ച് എതിർക്കുന്ന ഒരു രാജ്യമാണ് ഫിലിപ്പീൻസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ആയുധങ്ങൾ ഫിലിപ്പീൻസിന് വലിയ ആശ്വാസമാണ് നൽകുന്നത് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.